അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് പാർട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിക്കണ്ടേ? ഇപ്പം എങ്ങനെ നീണ്ടു നിയമസഭയ്ക്ക് 11 മാസമേ കാലാവധിയുള്ളൂ. ഇപ്പം ഇലക്ഷൻ നടക്കുമോ എന്നുള്ള കാര്യമാണ് സംശയം. അല്ലെങ്കിൽ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. അല്ല, ഞങ്ങൾ മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വർക്ക് തുടങ്ങിയാൽ നാളെ ഇലക്ഷൻ നീട്ടി വെച്ചാലോ, അല്ലെങ്കിൽ ഇലക്ഷൻ വേണ്ടാന്ന് വെച്ചാലോ? ആദ്യം പ്രഖ്യാപനം വരട്ടെ. പ്രഖ്യാപനം വരുമ്പോൾ സ്ഥാനാർത്ഥി വരും. അതല്ലാതെ ചാടിക്കയറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. പാർട്ടിക്ക് അതൊരു പ്രശ്നവുമില്ല. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും വരും. ജനങ്ങളെ മുന്നിൽ പരിഹാസരാക്കുന്നത് തിരുത്തുന്നു. അതായത് കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തമ്മിൽ പരസ്പരം തള്ളിക്കയറുന്നതിന്റെ ദൃശ്യങ്ങൾ ട്രോളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുഖപത്രം. അതായത് ഭീഷണത്തിന്റെ മുഖപ്രസംഗം പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചാണ്. അതിന് പത്രപ്രവർത്തനത്തിൽ കുറേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അത് നിർദ്ദേശിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് മുഖപ്രസംഗത്തിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അത് ഞങ്ങൾ KPCയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അല്ല, ആരാണെങ്കിലും, നേതാക്കളാണെങ്കിലും അണികളാണെങ്കിലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാവരുത്. അത് മാത്രമേ പറയൂ.